വയനാട് കള്ളാടിയിൽ കാണാതായ 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇന്ന് ആരംഭിക്കും. പ്രദേശത്ത് മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി അഞ്ജന സുകുമാരനും സാരംഗ് സുരേഷും ചേരുന്നുണ്ട്. ആദ്യം അഞ്ജനയിലേക്കാണ്. അഞ്ജന, ഇന്നലെ 6 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ തിരച്ചിൽ അവിടെ പുനരാരംഭിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇനി അതിനെ രക്ഷാപ്രവർത്തനം എന്നൊന്നും വിളിക്കാൻ സാധിക്കില്ല. തിരച്ചിൽ ആരംഭിച്ചു. അവിടെ ഏതൊക്കെ സന്നദ്ധ സംഘടനകളും പിന്നെ അതുപോലെ തന്നെ പോലീസ് NDRF സംഘങ്ങളും ഒക്കെയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ തിരച്ചിലിനായി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് പുഴ കേന്ദ്രീകരിച്ചുകൂടി തിരച്ചിൽ നടക്കുന്നുണ്ട്. അത് എപ്പോൾ ആരംഭിക്കും? ഹിമ, ഇന്നലെ രാത്രിയിൽ ഏറെ വൈകിയും സ്ഥലത്ത് തിരച്ചിൽ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതികൂല സാഹചര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയായിരുന്നു. ഇടവിട്ടുള്ള ശക്തമായ മഴ ഇന്നലെ തിരച്ചിലിന് വലിയ വെല്ലുവിളിയായിരുന്നു. ഇന്നലെ രാത്രിയിൽ പിന്നീട് മഴ ശക്തമായതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെയോടുകൂടെ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഈ സമയത്ത് തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. അധികം വൈകാതെ തന്നെ തിരച്ചിൽ ആരംഭിക്കും. അതിനുവേണ്ട സംഘടനകളൊക്കെ തന്നെയും സായുധ സംഘടനകളൊക്കെ തന്നെയും ഇവിടെ സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. NDRFന്റെ 66 പേരടങ്ങുന്ന വലിയ ടീം തന്നെയുണ്ട്. പോലീസുണ്ട്. ഒപ്പം തന്നെ ഈ നാട്ടുകാരടങ്ങുന്ന വലിയൊരു സംഘമുണ്ട്. ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരടങ്ങുന്ന സംഘങ്ങളുണ്ട്. ഏതായാലും അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നു 4 സോണുകളായി തിരിച്ചായിരിക്കും തിരച്ചിൽ ഉള്ളത് എന്ന്. അതിലെ 2 സോണുകൾ ഇന്നലെ തന്നെ തിരച്ചിൽ പൂർത്തിയാക്കിയിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുകയൊക്കെയും ചെയ്തിരുന്നു. ഏതായാലും ആദ്യ സോണിൽ തന്നെ ഈ കാണാതായ 5 പേരെ കണ്ടെത്താനാകുമെന്നുള്ളതായിരുന്നു ഒരു പ്രതീക്ഷ. പക്ഷേ ഇന്നലെ അത് സംഭവിച്ചില്ല. ഈ പ്രതികൂലമായി നിന്നത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയായിരുന്നു. ഏതായാലും ഇന്ന് 3ാമത്തെ സോണായി തിരിച്ചുള്ള തിരച്ചിലായിരിക്കും നടക്കുക. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ തിരച്ചിൽ ആരംഭിക്കും. ഇതിനോടകം തന്നെ NDRFന്റെ ടീമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ തിരച്ചിൽ ആരംഭിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യുകയാണ്. പ്രധാനമായും ഇന്നുള്ള തിരച്ചിൽ അത് പുഴ കേന്ദ്രീകരിച്ചായിരിക്കും എന്നുള്ളതാണ്. അന്ന് ഈ അപകടമുണ്ടായ ദിവസം മണ്ണിനടിയിൽപ്പെട്ട 3 പേരെ കണ്ടെടുത്തത് ഈ പുഴയുടെ സമീപത്ത് നിന്നായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും ഇന്ന് നടത്തുക. അതോടൊപ്പം തന്നെ ഈ സ്നിഫർ ഡോഗുകളെയും കെഡാവർ ഡോഗുകളെയും കൊണ്ടുവന്നിട്ടുള്ള തിരച്ചിൽ കൂടെ ഇന്നുണ്ടായിരിക്കും. ഇവരെയും ചികിത്സയിൽ കഴിയുന്നത് ഇപ്പോൾ 7 പേരാണ്. മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ് 7 പേരും ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേർ ICUവിലും മറ്റ് 5 പേരുള്ളത് വാർഡിലുമാണ്. ഒരാളുടെ നില ഗുരുതരമാണെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഏതായാലും വലിയ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഇന്ന് തിരച്ചിൽ ആരംഭിക്കുക. ഇപ്പോൾ വലിയ മഴ കാണുന്നില്ല. പക്ഷെ രാത്രിയിലൊക്കെ കനത്ത മഴ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തിരച്ചിലിന് അനുകൂലമായ ഒരു ഘടകം ഉണ്ടാകുമെന്നുള്ളതാണ് ഹിമ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതെ. അങ്ങനെ 5 പേരെ കൂടി കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജനയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സാരംഗ് സുരേഷിലേക്ക് കൂടി പോവുകയാണ്. സാരംഗ്, ആദ്യഘട്ടത്തിൽ ഈ ഒരു അപകടം നടന്നപ്പോൾ എല്ലാവരും കരുതിയ കാര്യം ഈ തുരങ്കപാതയ്ക്ക് വേണ്ടി എടുത്ത മണ്ണ്, ആ കൂട്ടിയിട്ട മണ്ണ് ടൺ കണക്കിന് മണ്ണ് ഒലിച്ചു വന്നാണ് ഇത്ര വലിയൊരു അപകടം സംഭവിച്ചത് എന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് അത് മറ്റൊരു അപകട ഭീഷണിയായി മറുവശത്ത് കിടക്കുന്നുണ്ട്. ഇപ്പുറത്ത് കോൺക്രീറ്റ് പാളിക്ക് മുകളിലുള്ള മണ്ണാണ് കുത്തിയൊലിച്ചു വന്നത് എന്ന്. നിലവിലും ആ അപകട ഭീഷണി അവിടെ തുടരുക തന്നെയാണ്. ആ ടൺ കണക്കിന് മണ്ണ് കൂട്ടിയിട്ടത് അതേപടി തന്നെ അവിടെ കിടക്കുന്നുണ്ട്. മഴയും ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് മറ്റൊരു ഭീഷണിയായി മാറുന്നില്ലേ? അതുതന്നെയാണ് ഹിമ. ആ ഒരു അപകടാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഭീഷണി ഇപ്പോഴും ആ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. കാരണം ആ ഒരു പ്ലാന്റിന്റെ മുകൾ ഭാഗത്ത് തന്നെയുള്ള ആദ്യം കോൺക്രീറ്റ് മതിലൊക്കെ തന്നെ ആദ്യത്തെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്ന മേഖലയ്ക്ക് തൊട്ട് മുകളിലാണ് വനത്തിൽ പൊട്ടലുണ്ടാകുന്നത്. അത് തൊട്ട് താഴേക്ക് പതിച്ച് വശങ്ങളിലുണ്ടായിരുന്ന കെട്ടി നിർത്തപ്പെട്ടിരുന്ന മണ്ണടക്കമാണ് പുഴയിലേക്ക് തള്ളിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. എന്നാലും നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഇട്ട് മൂടിയ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ചിട്ടുള്ള മണ്ണാണ്. അത് വലിയൊരു കുന്നിനോളം സമാനമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് NDRFും കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ആ മണ്ണ് അടിയന്തരമായി അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശം നിർമ്മാണ കമ്പനിക്കും കരാറുകാർക്കൊക്കെ തന്നെ നൽകിയിരുന്നത്. എന്നാൽ അത് യാതൊരു തരത്തിലും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇന്നലെ കണ്ട ദൃശ്യങ്ങളിൽ വലിയ ലോറികളിലൊക്കെ തന്നെ മണ്ണ് നീക്കം ചെയ്യുന്നത് അത് മീനാക്ഷി പാലവുമായി ബന്ധപ്പെട്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചതിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലേക്കും നീക്കിയിരുന്ന മണ്ണാണ് ഇപ്പോൾ മറ്റു മേഖലകളിലേക്ക് മാറ്റിയിരുന്നത്. എന്നാൽ ഇത്രയും വലിയ ഒരു ലോഡ് കണക്കിന് മണ്ണ്, ലോഡെന്ന് പറയാൻ കഴിയില്ല, അത്രത്തോളം 2 വലിയ കുന്നുകളുടെ സമാനമായിട്ടുള്ള അത്രത്തോളം വലിയ ഒരു മണ്ണ്
അത് ഏത് മേഖലയിലേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ള കാര്യത്തിലടക്കം ഇനിയും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കോറികൾ തന്നെ വേണ്ടി വന്നേക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ചില പഠനങ്ങൾ കൂടി നടക്കേണ്ടിയിരിക്കുന്നു. കാരണം പഠനമില്ലായ്മയുടെ പോരായ്മകളാണ് നമുക്ക് ഈ ഒരു ദുരന്തമായി ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പരിസ്ഥിതി ലോലമായൊരു മേഖലയിൽ മുൻകരുതലുകൾ വളരെ പരിമിതമായി മാത്രം നടത്തി പോയ ഒരിടത്ത് ഇപ്പോഴും അധികൃതരും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരൊക്കെ തന്നെ പരസ്പരം പഴിചാരുകയാണ്. അവരുടെ തന്നെ ജീവനക്കാരടക്കമുള്ള ആളുകളെ തേടി കുടുംബാംഗങ്ങൾ പോലും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ തന്നെ ഇവിടെ എത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നെന്തായാലും നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ താഴേക്ക് തന്നെ ഒഴുകാനുള്ള സാധ്യത, മണ്ണൊക്കെ ഒഴുകിയ ആ ഒരു ഘടന വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ താഴേക്ക് തന്നെയാണ് ഒരു പക്ഷേ ഇവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ പോയിട്ടുണ്ടാകുക എന്നുള്ള ആ ഒരു സൂചന വെച്ച് തന്നെയായിരിക്കും പുഴക്കരയുടെ 2 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള തിരച്ചിലായിരിക്കും നടക്കുക. SDRF, NDRF, TDRF സംഘങ്ങൾ, അതോടൊപ്പം തന്നെ അഗ്നിശമന സേന, പോലീസ്, സന്നദ്ധ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ, യുവജന സംഘടനയിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ തന്നെ ഈ ഒരു തിരച്ചിലിന്റെ ഭാഗമായി മാറുന്നുണ്ട്. എന്തായാലും കടാവർ ഡോഗുകളെയും ഡ്രോണുകളെയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും നടക്കുക. ഇനി നേരത്തെ ഹിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഇതിനൊരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഇനി തിരച്ചിലാണ്. ആ കുടുംബങ്ങൾക്ക് ഒക്കെ തന്നെ നമുക്ക് കൃത്യമായൊരു നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യാനെത്തിയ ആളുകളാണ്, സാധാരണക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർക്കൊരു കൃത്യമായൊരു കൺഫർമേഷൻ നൽകുക എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ ആ ഒരു തിരച്ചിൽ ദൗത്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ശരി, തീർച്ചയായും 5 പേരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അപകട ഭീഷണിയായി മറുവശത്ത് ടൺ കണക്കിന് മണ്ണ്, ഈ തുരങ്കപാതയ്ക്ക് വേണ്ടിയെടുത്ത മണ്ണ് കൂടിക്കിടക്കുന്നുണ്ട് താനും. പക്ഷെ അതിന് മറുവശത്തുള്ള കോൺക്രീറ്റിന് മുകളിലുള്ള മണ്ണാണ് നിലവിൽ ഇടിഞ്ഞു വന്നിരിക്കുന്നത്. ഈ കൂട്ടിയിട്ട മണ്ണ് നീക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ കരാർ കമ്പനി ഒരു സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആവശ്യപ്പെട്ട സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് മണ്ണ് മാറ്റിയില്ല എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് അവർ പറഞ്ഞത്. അങ്ങനെ നിസ്സാരമായൊരു വിശദീകരണം പറഞ്ഞ് ഒരിക്കലും കൈകഴുകി പോകാൻ ഈ കരാർ കമ്പനിക്കും കഴിയില്ല. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും സാധിക്കില്ല. അന്വേഷണമൊക്കെ എന്തായാലും വിശദമായി നടക്കട്ടെ. ഈ 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റവർ ചികിത്സയിലുമാണ്.